ഏത് ആളുകളും ഉം. അവർ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുക എന്നുള്ളത് പല ആളുകളും ആഗ്രഹിക്കുന്നതാണ്. ചില ആളുകളെ കാണാൻ നമ്മുടെ കൂടെയൊക്കെ കുറേ കാലം നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു വേള നമ്മുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. പക്ഷേ ചില ആളുകളൊക്കെ നിമിഷ നേരെ നമ്മുടെ കൂടെ സഹവസിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർക്കൊക്കെ കൊല്ലങ്ങളോളം വർഷങ്ങളോളം നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതിനുള്ളൊരു പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുക എന്നുള്ളതാണ്. നമ്മോട് എങ്ങനെ പെരുമാറുമ്പോൾ അതിലുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതിലിപ്പോൾ ഞാൻ അധികമൊന്നും സംസാരിച്ചിട്ടില്ലാത്ത, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഇന്നും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ സ്നേഹത്തോടു കൂടി എനിക്ക് അദ്ദേഹത്തെ ഓർക്കാൻ സാധിക്കുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്കുണ്ടായൊരു അനുഭവമാണ്. അദ്ദേഹം എന്നോട് പെരുമാറിയൊരു ചില വാക്കുകൾ അതെനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. എന്താ വിചാരിച്ചാൽ ഞാൻ ഒരിക്കലും ഒരു സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്ലാസ് എടുക്കാനോ എന്തോ ഒരു ആവശ്യത്തിന് ഖുർആനുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാറ്റസാണ്. അപ്പോൾ അദ്ദേഹം ഒരു രാവിലെ ഒരു 7 മണി 7:15 ആ സമയത്താണ് എനിക്ക് അതെന്ത് ചെയ്തിട്ട് സെൻഡ് എന്ന് വെച്ചിട്ട് അദ്ദേഹം തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ സമയം ഞാൻ അല്പം ഒരു ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മദ്രസയിലേക്ക് കയറാൻ 8 മണിയാകുമ്പോൾ എന്ത് ചെയ്തു, മദ്രസയിലേക്ക് കയറിയിട്ടുണ്ട്. ആ സമയത്തും അദ്ദേഹം ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനതിനും മദ്രസയിലായിട്ടുണ്ടില്ല, കേട്ടിട്ടില്ല. പിന്നീട് ഏകദേശം ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് ഞാനതിന് റിപ്ലൈ കാണുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അടിയിൽ ഒരു മെസ്സേജ് ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, മദ്രസയിലായിരുന്നു, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ തന്നെ അയച്ചുതരാന്നിട്ട് തിരിച്ചയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മറുപടി അയക്കുന്നുണ്ട്. ഞാനൊരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്, അത്യാവശ്യമായിട്ടാണ് ഇങ്ങനെ ചോദിച്ചത്. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം പറയുന്നത് വെച്ചാൽ, പിന്നെ ഞാൻ ആ സമയത്ത് നിങ്ങളോട് ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചത് അത്രയും നേരം കിട്ടാത്തതുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾക്ക് വിഷമമായോ? സോറി, അങ്ങനെ എനിക്കൊരു വല്ലാത്ത മനസ്സിൽ കുത്ത്, നിങ്ങളെ കളിയാക്കി പറയുന്നത് പോലെയാണോ എനിക്ക് തോന്നിയത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു സ്വഭാവം, അത് നമ്മെ കളിയാക്കി ഒരു ചെറിയ വാക്കുള്ളൂ, സ്വാഭാവികമായിട്ടും അത് ആരൊന്നും ശ്രദ്ധിക്കണ കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ പോലും എന്ത് ചെയ്യുക, അത് മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയോ എന്നൊരു ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിച്ചപ്പോൾ അതെന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ നന്ദിയോടുകൂടി ഓർക്കാറുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഈ അടുത്ത് സംഭവം കേട്ടത് ഓർമ്മയുണ്ട്. അദ്ദേഹം ക്ലാസ്സിലിങ്ങനെ വന്ന് അദ്ദേഹം കിതാബ് തൗഹീദാണ് കുട്ടികൾക്ക് എടുത്തു കൊടുത്തിരുന്നത്. അപ്പം അന്ന് ദർസിൽ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ വന്ന ക്ലാസ് കുട്ടികളെ ഹാജർ നിർക്കുമല്ലോ. അപ്പം അങ്ങനെ ഹാജർ വിളിക്കുന്ന സമയത്ത് ശ്രീലങ്കയിൽ നിന്നുള്ളൊരു കുട്ടിയുണ്ട്, മുഹമ്മദ് സിയാം എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ കുട്ടി അന്ന് വന്നിട്ടില്ല. അപ്പോൾ അന്ന് ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമൻ്റ് അടിക്കുമല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ഉസ്താദ് ചെറിയൊരു വാക്ക് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞത് മുഹമ്മദ് സിയാം സ്വാമ വനാമ, നോമ്പ് പറ്റി ഇനി ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. പക്ഷെ അത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത, അദ്ദേഹം ഇങ്ങനെ പിന്നെ വെക്കുന്നുണ്ട്, ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, അസ്വസ്ഥതയായി നടക്കും. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അനുഭവത്തിൽ രേഖപ്പെടുത്താണ്. മാത്രമല്ല പിന്നെ അദ്ദേഹം വല്ലാത്ത അസ്വസ്ഥതയായി. ഇത് 2ാമത്തെ ദിവസവും അദ്ദേഹത്തിന് വന്നപ്പോൾ വല്ലാത്ത അസ്വസ്ഥത. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കുട്ടി വന്നിട്ടുണ്ടോ, മുഹമ്മദ് സിയാം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുക. ആരാണ് ഉസ്താദ്, എന്ത് ചെയ്യാണ്, കുട്ടിയോട്, വിദ്യാർത്ഥിയോട് പോയിട്ട് ക്ഷമ ചോദിച്ചു. ധാരാളം എനിക്ക് പുറത്തുനിന്നിട്ട് ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണം. മാത്രമല്ല അടുത്ത ദിവസം അദ്ദേഹം കുറേ കിതാബുകളായിട്ടൊക്കെ വന്നിട്ട് ആ കുട്ടിക്കത് ഹദിയ ചെയ്തു എന്നാണ്. അപ്പം അത്രയും ഒരു ചെറിയ വാക്കിനെ പോലും എന്ത് ചെയ്യുക, ആളുകളെ പ്രയാസപ്പെടുത്താതെ തൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു ചെറിയ 2 സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരാളുടെ അഭാവത്തിൽ അയാളെപ്പറ്റി കുറ്റം പറയുക എന്നുള്ളത് ശരിക്ക് അത് ഗീബത്താണ്. ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് ദുഷിച്ച് പറയുക എന്നുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞ ഉസ്താദിൻ്റെ ഒരു കമൻ്റ് എന്നുള്ളത് ആ പേരിനോട് ചേർത്ത് സിയാം സോമ വനാമ എന്ന് പറയുമ്പോൾ ഒരു തമാശയായിട്ടേ കുട്ടികളും ഒരുപക്ഷെ ആ കുട്ടിയും അത് എടുക്കുള്ളൂ. പക്ഷേ അത്തരം വാക്കുകൾ പോലും പണ്ഡിതന്മാർ ഗൗരവത്തിൽ കാണുകയും അയാളുടെ അഭാവത്തിൽ അയാളെപ്പറ്റി ഞാൻ മോശം പറഞ്ഞല്ലോ
എന്ന് ചിന്തിക്കുകയും അതിൻ്റെ പേരിൽ അസ്വസ്ഥത കാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള, അത് ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവമാണ്. പിന്നെ ഈ കൂട്ടുകാരൻ തന്നെ അതിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ടത്. നമ്മളൊരാളുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അയാൾക്ക് വിഷമമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതിൻ്റെ ഒരു സൂക്ഷ്മതയാണല്ലോ അത്. അല്ലെ ഇപ്പോൾ രാവിലെ ഉറക്കത്തിലാണോ എന്ന് ചോദിക്കുന്നതിൽ ഭയങ്കര ഒരു ഗൗരവം ഒന്നും അതിലില്ല. പക്ഷേ ഗൗരവത്തിലുള്ള വാക്കുകൾ സംസാരിക്കുന്ന ആളുകളാണ് ഇതിൽ ശരിക്കും ആലോചിക്കേണ്ടത്. നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകനോ കൂട്ടുകാരനോ ഒക്കെ നമ്മുടെ ഒരു നാവ് കൊണ്ട് വേദനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ മനസ്സിലാക്കുക. സാന്നിധ്യത്തിലാകട്ടെ അസാന്നിധ്യത്തിലാകട്ടെ. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് അല്ലേ. നമ്മുടെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അതായിരിക്കാം. ആ ഒരു യാത്രയിൽ തൻ്റെ ഭൃത്യന് ഒരല്പസമയം കൂടി രാവിലെ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അവർ ഒരു കമൻ്റ് അടിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഉറക്കം തന്നെയാണ് അല്ലേ. അവർ കമൻ്റ് അടിച്ചു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൃത്യൻ നീക്കുന്നു, അവരോട് ഒരു അല്പം കറി റസൂലിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ റസൂലിൻ്റെ സംസാരം എന്താണ്, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹുവും അവർക്ക് ആ ഒരു തെറ്റ് ബോധ്യപ്പെടുന്നത്. അവരെന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് റസൂലിനോട് ചോദിക്കുമ്പോഴാണ് ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ വാക്ക് അത് കളിയായിക്കൊണ്ടായിരിക്കാം നമ്മൾ എടുത്തതെങ്കിലും പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വാക്കിനൊക്കെ വളരെയധികം വലിയ ഗൗരവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരൊക്കെ മനഃപൂർവ്വം വേദനിക്കണം എന്നുദ്ദേശിച്ച് തന്നെ ചില വാക്കുകൾ പറയുന്നത് നമ്മൾ കേൾക്കും. അത് മറ്റൊരാൾക്ക് വേദന ഉണ്ടാകുമെന്നറിയാം, പ്രയാസം ഉണ്ടാകുമെന്നറിയാം. അതൊരു തമാശയും അല്ല. ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ആ വിമർശനം അയാൾ നന്നാവണമെന്നും ശരിയാകണമെന്നും മാറ്റം വരണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പറയാമെന്നുള്ളതിനപ്പുറത്ത് അയാളുമായുള്ള ബന്ധം വഷളാകുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ ഓഫീസ് റൂമിലാണെങ്കിലും ഒരു സ്റ്റാഫ് റൂമിലാണെങ്കിലും ഇനി കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഒക്കെ പരസ്പരം കളിയാക്കിക്കൊണ്ടുള്ള സംസാരം അത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. ഇനി അഭാവത്തിൽ പറയണതാണെങ്കിലോ വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിങ്ങൾ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ മാംസം അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് അങ്ങനെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അതെടുത്ത് കഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൗരവമുള്ളൊരു ചോദ്യമാണത്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വലാ യഗ്തബ് ബഅദുക്കും ബഅദ പരസ്പരം ഗീബത്ത് പറയാൻ എങ്ങനെയാണ് കഴിയുക? ആ ഒരു ചോദ്യം ശരിക്കും നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം. മറ്റൊരാളെക്കുറിച്ച് അയാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണെങ്കിലും സാന്നിധ്യത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാനാണ്. അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവരെയും വലിയ വ്യക്തികളായി കാണണം എന്നാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അഭിമാനമുണ്ട്, വലിയൊരു വ്യക്തിയാണ്. മറ്റുള്ളവർക്കിടയിൽ അവരോട് തിരുത്തുമ്പോഴാണെങ്കിലും ഉപദേശിക്കുമ്പോഴാണെങ്കിലും അവർക്ക് ഒരു വലിയ ഒരു വ്യക്തിയായി കണ്ട് അവരുടെ അഭിമാനത്തിന് വില നൽകിക്കൊണ്ട് മാത്രമേ സ്വന്തം മക്കളാണെങ്കിലും വേറുള്ള മക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ പെരുമാറാൻ പാടുള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. അതെ, ഏതൊരു സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്, ഏതൊരാളുകളോടും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്താൻ.